അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പുതിയങ്ങാടി നേർച്ച തുടക്കത്തിൽ തന്നെ വിവാദമായിരുന്നു. പുതിയങ്ങാടി നേർച്ചയ്ക്ക് ആനയിടയുകയും ഒരു മനുഷ്യനെ ആന തൂക്കിയെറിയുകയും ആ മനുഷ്യൻ പിന്നീട് കുറച്ച് ദിവസം മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയും അതിനുശേഷം അയാൾ മരിച്ചു പോവുകയൊക്കെ ചെയ്ത അവസ്ഥ നമ്മളെല്ലാവരും കേട്ടതാണ്. സാധാരണഗതിയിൽ നേർച്ചകൾ, ഉറൂസുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളത് പ്രാസംഗികരും ദായികളും പ്രബോധകരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചാനലിലൂടെ തന്നെ ഇത് നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്, ഇതുപോലെ ഒരു ആനയിടഞ്ഞുകൊണ്ടൊരു ജീവൻ ബലിയർപ്പിക്കപ്പെട്ട നേർച്ച മാമാങ്കങ്ങൾ, ഇത് ആളുകൾ തിരിച്ചറിയുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുമെന്ന് നിഷ്കളങ്കരായ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പിന്മാറ്റത്തിന് അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ വീഡിയോയിൽ കാണുന്നത്. പുതിയങ്ങാടി നേർച്ച 2025 എന്നുള്ള അതിൻ്റെ ഒരു ഘോഷയാത്രയും ചാടിക്കളിയും ഒക്കെയാണ്. ഇനി ഇതിൻ്റെ വേറൊരു തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ കൂടി നമുക്കൊന്ന് കാണാം. ഇത് ഒരു മഹാൻ എന്ന് പറയപ്പെടുന്ന ഒരാളുടെ പേരിൽ നടക്കുന്ന ഉറൂസ് അല്ലെങ്കിൽ നേർച്ച, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തലപൊങ്ങാത്ത ചില ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളത് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാം അത് വേറെന്തോ ആണ് എന്നുള്ളത് പറയേണ്ടി വരും. ഔറത്ത് മറക്കാത്ത ചില ആളുകൾ തലപൊങ്ങാതെ തല താഴ്ന്നു കിടക്കുന്നത് അത് ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പൊന്നുമല്ല, അടിച്ച സാധനത്തിൻ്റെ ഹാങ് ഓവറാണ്. അത് കാരണം കൊണ്ട് തല പോലും പൊന്താതെ ചില ആളുകൾ ഡാൻസ് കളിക്കുകയാണ്. ഇസ്ലാമിലെ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ആഘോഷം, അതിനു വേണ്ടിയിട്ട് പോലീസ് കാവൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോലീസ് കാവൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇവർ ഈ കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമിൻ്റെ പേരിലാണ് ഇവർ ചെയ്യുന്നത്. അവിടെ വലിയ തരത്തിൽ ദിക്റും സ്വലാത്തും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഇവർ നടത്തുന്ന അതിൻ്റെ ബാക്കി കുറച്ചുകൂടി കാണാം. പോലീസ് നിൽക്കുന്നത് ശ്രദ്ധിച്ചോളണേ. ആ ആ ആ അതാ പുതിയ സ്റ്റെപ്പ്. മറ്റാൾക്ക് നിന്നോർത്ത് നിന്ന് അനങ്ങാൻ വയ്യ. അതാ അടുത്തത്. കൊട്ടുമുറുകി. അവൻ്റെ ഡാൻസ് മുറുകിയിട്ടുണ്ട്. അതാ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ടല്ലേ, കാര്യമാക്കണ്ട. മറ്റയാൾ അവിടുന്ന് അനങ്ങിയിട്ടില്ല, കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതാ
ഈ ചെറുക്കന്മാരൊക്കെ ഈ നേർച്ചപ്പറമ്പിൽ പോയിട്ട് ഈ കാണിക്കുന്ന അധ്വാനം, ഇത് ഇവർ കൂലിപ്പണിക്ക് പോയിട്ട് അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കുടുംബമെങ്കിലും രക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസമല്ല, ഇത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വൈകൃതങ്ങളാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇവിടെ കാണിക്കുവാനുള്ളത്. അത് ഒരു തെരുവിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം, അതിൽ ചെറിയ സ്റ്റേജൊക്കെ കിട്ടിയിട്ട് അതിൽ ഒരു ദാഇ നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെ മനോഹരമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് വഴിപിഴച്ചവൻ ആരുണ്ട്, ആരാണ് വഴിപിഴച്ചവർ എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആര് പറയുന്നു എന്നല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞ കാര്യമാണ്, ആര് പറഞ്ഞു എന്നുള്ളതല്ല. പല ആളുകളും പലതും പറയാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കലാം ഓതിക്കൊണ്ട് അള്ളാഹു മനുഷ്യരോട് പറഞ്ഞിട്ടുള്ള പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, ആയത്തുകൾ അത് ഓതിക്കൊണ്ടാണ് അദ്ദേഹം അത് വളരെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. വഴിപിഴച്ചവൻ ആരാണ്, ആ വഴിപിഴച്ചവരിൽ പെട്ടതാണോ നേരത്തെ നമ്മൾ കണ്ടത് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ തന്നെ അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. നേർച്ചയും മാമാങ്കങ്ങളും ഉറൂസുകളും പൂരങ്ങളും ഉത്സവങ്ങളുമായിക്കൊണ്ട് നീ നടക്കുന്നത് നരകത്തിലേക്കാണ് മനുഷ്യ എന്ന് ഇവിടെ നിരവധി ആളുകൾ നിന്നുകൊണ്ട് പള്ളി മെമ്പറുകളിൽ നിന്നും മെമ്പറിൻ്റെ താഴെ നിന്നുകൊണ്ടും അതല്ലാതെ തെരുവുകളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വാക്യങ്ങൾ, ആ വാക്കുകൾ, ആ ഉത്ബോധന പ്രഭാഷണങ്ങൾ മുഖവിലക്കെടുക്കാതെ അവർക്ക് നേരെ വാളോങ്ങിക്കൊണ്ട് കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് മർദ്ദിച്ചുകൊണ്ട് അസഭ്യം പുലഭ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അന്ധവിശ്വാസികളായിക്കൊണ്ടുള്ള വിഭാഗമേ, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വഴിപിഴച്ച നിലപാടിലൂടെയാണ്, പിഴച്ച വിശ്വാസത്തിലൂടെയാണ്. ഈ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയുന്നത് നരകാഗ്നിയിലേക്കാണ് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോടെ ആ പ്രഭാഷകൻ്റെ, ആ ദാഇയുടെ ആ അർത്ഥവത്തായ വാക്കുകളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് ആയത്തെടുത്ത് പരിശോധിച്ചോ. ഒന്നുകൂടി വിശദമായി അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. എത്ര മനോഹരം. വമൻ അളല്ലു, വഴിപിഴച്ചവൻ ആരുണ്ട്, മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് ദുആ ചെയ്യുന്നവരെക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട്? ഇതിന് നമ്മുടെ നാട്ടിലൊരു വ്യാഖ്യാനം കൊടുക്കും. എന്താണെന്നറിയോ? ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെന്ന് അള്ള പറഞ്ഞത് അമ്പിയാക്കളോ ഔലിയാക്കളോ അല്ല, അത് അസ്നാമുകളാണ്, വിഗ്രഹങ്ങളാണ് എന്നൊരു വ്യാഖ്യാനം. അങ്ങനെ ഏതെങ്കിലും ഒരു ഉസ്താദ് വ്യാഖ്യാനം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, പൊന്നു മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഉസ്താദിന്റെ അടുത്ത് ഒന്ന് ചെന്ന് ചോദിക്കുക, വലത്തുനിന്ന് ഇടത്തോട്ടേത് ഏത് കിതാബിലാണ് അങ്ങനെ ഒരു വിശദീകരണം ഉള്ളത്? പഠിക്കണ്ടേ, ദീന് പഠിക്കണ്ടേ? നമ്മൾ അങ്ങാടിയിൽ പോയി ഒരു തക്കാളി വാങ്ങുമ്പോ ആ തക്കാളി, ഒരു തക്കാളി പച്ചക്കറി വാങ്ങാൻ പോകുമ്പോ തക്കാളി ഒന്ന് നെക്കി നോക്കും, എടുത്തു നോക്കും, പരിശോധിക്കും. എന്തിന്? ചീഞ്ഞതും പൊട്ടിയതൊന്നും നമുക്ക് വേണ്ട, അല്ലേ? അള്ളാന്റെ ദീന് സ്വീകരിക്കുമ്പോ നോക്കണ്ടേ? ഒരു തക്കാളി വാങ്ങുന്നിടത്ത് ആ സൂക്ഷ്മത ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലും ആ സൂക്ഷ്മത നമുക്ക് വേണ്ടേ? അള്ളാന്റെ ദീന് സ്വീകരിക്കുന്നിടത്ത് ആ സൂക്ഷ്മത നമുക്ക് വേണ്ടേ? അതുകൊണ്ട് തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന രൂപത്തിൽ സഹോദരങ്ങളെ കാര്യങ്ങൾ പഠിക്കണം, അറിയണം. അല്ല പറയാണ്, വമൻ അദല്ലു, വഴിപിഴച്ചവൻ ആരുണ്ട്, മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട്, അതേ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട്? എന്നിട്ട് അല്ലാഹു നിർത്തിയില്ല. വഇദാ, നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവർ നിങ്ങളുടെ ദുആഇനെ തൊട്ട് അശ്രദ്ധരാണ്.
നിങ്ങളുടെ ദുആഇനെ തൊട്ട് നിങ്ങൾ ആരോടാണോ അല്ലാഹു അല്ലാത്ത ഏതൊരു വ്യക്തിയോടാണോ ചോദിച്ചത് അവർ അശ്രദ്ധരാണ്. അത് ഏത് വ്യക്തിയും പെടും. ഈ പറഞ്ഞ പദത്തിൽ അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടും. അല്ലാഹു അല്ലാത്തവരെന്ന് പറഞ്ഞതിൽ, ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെന്ന് പറഞ്ഞതിൽ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവർ ആരൊക്കെ പെടും? അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടും, നിർത്തിവെച്ച വിഗ്രഹം പെടും, കിടത്തിവെച്ച വിഗ്രഹം പെടും. അതെ, എല്ലാ ശക്തികളും, ജിന്നുകൾ പെടും, മലക്കുകൾ പെടും. ആരും ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരാണ്.